ഇന്ന് നമ്മുടെ ഫുക്കേറ്റിലെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് പട്ടോങ് ഹെറിറ്റേജിലാണ്. ഇന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് 2 ആക്ടിവിറ്റീസാണ്. ഫസ്റ്റ് ATV റൈഡാണ്. ATV റൈഡ് ചെയ്തിട്ട് നമ്മൾ ആ മലയുടെ മുകളിൽ പോയിട്ട് അവിടെ ബിഗ് ബുദ്ധ കാണും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഡോൾഫിൻ ബേയിൽ പോവുകയാണ്. ഡോൾഫിൻ പ്ലസ് സീൽ ഷോ കാണാനാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ചെറുതായിട്ട് ഇവിടെ മഴയുണ്ട് കേട്ടോ. ഹെവി അല്ല, നമുക്ക് നോക്കാം ATV റൈഡ് എന്താവുന്നു. പട്ടോങ് ഹെറിറ്റേജിൽ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. വലിയ ബ്രേക്ക്ഫാസ്റ്റ് റൂം കേട്ടോ, ഹോളാണ്. കുറേ എന്തൊക്കെയുണ്ട്. കുറേ സ്പ്രെഡ് ഉണ്ട്. ഇഷ്ടപ്പെട്ട സാധനം എന്തൊക്കെയാണ്? കറക്റ്റ് ടൈമിൽ പിക്കപ്പ് നടന്നിട്ടുണ്ട്. നമ്മളൊരു എന്ത് വേണ്ടിയത് വിഷ്ണു? എന്തൊരു വെറൈറ്റി വണ്ടി, ട്രക്ക് പോലത്തെ വണ്ടി. ഇവിടെ നിന്ന് ഒരു 18 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പാരഡൈസ് അഡ്വഞ്ചറിൻ്റെ ഓഫീസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. നമ്മുടെ ക്ലൂ വൗച്ചർ നമ്മൾ അവരെ കാണിക്കും. സെറ്റ് ആയിട്ടുണ്ടല്ലേ വിഷ്ണു? റെഡി. ATV റൈഡിന് റെഡി. 1.5 മണിക്കൂറിന്റെ റൈഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, വീഡിയോ ഫോട്ടോ എടുക്കാൻ പാടില്ല എഴുതിയിട്ടുണ്ട്. വിഷ്ണു എല്ലാം മനസ്സിലായില്ലേ? കണ്ടിച്ചില്ലേക്കാണ്. ഒരു വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. അപ്പം നിർത്തിയേക്ക് വന്നു ഇവിടെ വണ്ടി. നമ്മൾ ഇത്ര ഹൈറ്റ് വന്നു. ATV റൈഡ് ചെയ്ത് നമ്മൾ ആ ബിഗ് ബുദ്ധേൻ്റെ മേലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിഗ് ബുദ്ധയുടെ ബാക്കാണ് കാണുന്നത്. നമ്മൾ നടന്ന് അതിൻ്റെ മേലേക്ക് കയറാൻ പോകണം. ഫ്രണ്ടിൽ പോയിട്ട് കാണാമല്ലേ. ബിഗ് ബുദ്ധയിലേക്ക് നമുക്ക് ATV ഇല്ലാതെയും വരാം, കാറൊക്കെ പിടിച്ച് വേണമെങ്കിൽ വരാം. ഫ്രീ എൻട്രി ആണ്. 6:30 മുതൽ മോർണിംഗ് ഓപ്പൺ ആണ്. മറ്റേ ടെമ്പിൾ പോലെ തന്നെ ഡ്രസ്സിങ്ങിൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്. യാ, ഇല്ല കേട്ടോ, നല്ല രസമുണ്ട്. രാവിലെ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ട് ഒരു മൂടൽ ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഫീല്. ഇവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്തു. എന്നിട്ട് നമ്മളിനി താഴത്തേക്ക് പോവാണ്. തിരിച്ച് ATV എടുത്ത് ടോട്ടൽ 1.5 hours റൈഡാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ അരമണിക്കൂർ, അപ്പ് അരമണിക്കൂർ, തിരിച്ചു പോകാൻ അരമണിക്കൂർ. അപ്പോൾ ടോട്ടൽ 1.5. നമ്മൾ ATVയിൽ തിരിച്ച് നമ്മുടെ പോയിന്റ് എത്താറായിട്ടുണ്ട് കേട്ടോ. പ്രോ ആയിട്ടുണ്ട് കേട്ടോ ATV റൈഡ്. താങ്ക് യു. നമ്മുടെ ATV റൈഡ് അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നത്തെ അടുത്ത പ്ലാന് ഡോൾഫിൻ ബേ ആണ്. ഓക്കെ, അപ്പം ഡോൾഫിൻ ബേക്ക് അവർ ട്രാൻസ്ഫർ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് പ്രോഗ്രാമേ ഇല്ല. നമ്മൾ സ്വയം അങ്ങോട്ടേക്ക് എത്തണം. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ ഉബർ ഓല പോലെ തായ്ലൻഡിലെ ഫേമസ് ഗ്രാബ് ബോൾട്ട് എന്നുള്ള ആപ്പാണ്. അതിൽ ഞങ്ങൾ രണ്ടിലും നോക്കി. ഗ്രാബ് കുറച്ച് കൂടുതലാണല്ലേ? അതെ, ബോൾട്ടാണ് ഓക്കെ റേഞ്ചിലുള്ളത്. 5 കിലോമീറ്ററിന് എത്രയാണ് 200 ബത്ത്
ആണ് നമുക്കിപ്പോൾ ഇതിൽ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ 10 മിനിറ്റ്സിലെത്തും. അപ്പോൾ 11ന്റെ ഷോ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ കുറച്ച് നേരത്തെയാണ്. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്. പക്ഷേ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു കേട്ടോ ഓൺലൈനിൽ. അപ്പം ഒരു ടിക്കറ്റ് കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ പേ ചെയ്യണം. ഇതാണ് റേറ്റ്സ്. ഫോട്ടോ വിത്ത് ഡോൾഫിൻ 500, സീലാണെങ്കിലും 500, സ്വിമ്മിങ് വിത്ത് ഡോൾഫിൻ 600. ഓക്കെ, നമ്മൾ ഫോട്ടോ വിത്ത് ഡോൾഫിൻ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഷോയ്ക്ക് മുന്നേ കുറച്ച് നേരം ഉണ്ട് വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ ഒരു സാധാരണ ഒരു കടയിൽ കയറി ലോക്കൽ ഫുഡ് എങ്ങനെയുണ്ടോ ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. വിഷ്ണു പറഞ്ഞത് പോർക്ക് ആൻഡ് ചിക്കൻ ഫ്രൈഡ് റൈസ്, ഞാൻ ചിക്കൻ ബേസിൽ വിത്ത് ഫ്രൈഡ് എഗ്, അതിൻ്റെ കൂടെ റൈസ് ഉണ്ടെന്ന് കേട്ടു. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഇരുന്ന് ഫോറിനേഴ്സ് ഒക്കെ ഇന്ന് കഴിക്കുന്നുണ്ട്. ട്രൈ ചെയ്യാം ലോക്കൽ ഫുഡ്. ഇവിടെ ഡ്രിങ്ക്സും ഉണ്ട് കേട്ടോ. ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ ബേസിൽ റൈസ് വിത്ത് എഗ്ഗ് വന്നിട്ടുണ്ട്. കൂടെ സൂപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. വിഷ്ണുവിൻ്റെ പോർക്ക് ആൻഡ് ചിക്കൻ ഫ്രൈഡ് റൈസ്. ഈ ബേസിൽ എന്ന് പറഞ്ഞാൽ ഇല പോലെയുള്ള സാധനത്തിന് കൂടെ ചോറ് കഴിക്കാൻ എന്നാ ടേസ്റ്റ് ആണെന്നറിയോ? ഇലയ്ക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടല്ലേ. എന്നാ ടേസ്റ്റ്. ഇവിടെ ഒന്ന് കഴിച്ചിട്ട് ഏറ്റവും നല്ല ഫുഡ് തന്നു കേട്ടോ. സോ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളൊരു കോക്കനട്ട് സ്മൂത്തി കൂടി വാങ്ങി. 50 ഭക്തേ ഉള്ളൂ. ഇവിടെ എല്ലാത്തിനും കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണ്. നമ്മുടെ 2 ഫ്രൈഡ് റൈസും ഇതും കൂട്ടി എല്ലാം കൂട്ടി 210 ഭക്തേ ഉള്ളൂ. നമ്മുടെ ഫുക്കേറ്റ് ഏരിയയിലൊക്കെ ഒരു ഫ്രൈഡ് റൈസ് 120 ആയിരുന്നു. 1:45 നമ്മൾ ഡോൾഫിൻ ബേയിൽ കയറുവാണ്. നമ്മൾ അകത്ത് കയറി ഇരുന്നിട്ടുണ്ട്. കുളത്തിൽ ഓൾറെഡി ഡോൾഫിൻസ് ഉണ്ട് കേട്ടോ, നീന്തുന്നത് നമുക്ക് കാണുന്നുണ്ട്.
ഫോട്ടോ എടുക്കാനുള്ള ക്യൂലാണ്. ആ സമയത്ത് ഇവിടെ ഡോൾഫിൻസ് ചുമ്മാ കളിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകണ അടുത്ത നമ്മളാണ്. 5 ഡോൾഫിൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വെച്ചാണ് ഫോട്ടോസ് എടുത്തത്. അവരുടെ ഷോ അടിപൊളിയായിരുന്നു. ആക്ച്വലി തായ്ലൻഡിൽ അണ്ടർ റേറ്റഡ് ആണെന്ന് തോന്നുന്നല്ലേ ഷോ. എല്ലാം ഓർഗനൈസ്ഡ് ആയിരുന്നു. കുറേ സീറ്റ്സ് പക്ഷേ ഫ്രീ ആയിരുന്നു കേട്ടോ. അധികം പേര് വരുന്നില്ല. കൂടുതലും ഫാമിലീസ് ആണ് വന്നത്. ഇപ്പം നമ്മൾ പോയി ഫോട്ടോ ഒക്കെ എടുത്തു. ഇതേ തിരിച്ച് നടക്കുവാണ്. ഇനി ഇവിടുത്തെ ക്യാബ് ബുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ പട്ടോങ് ഹെറിറ്റേജിൽ പോകാൻ. ഡോൾഫിൻ ഷോ കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ റൂമെത്തി. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് രാത്രി നമുക്ക് പുറത്തിറങ്ങാം അല്ലേ? ഷോപ്പിംഗ്. അപ്പോൾ രാത്രിയായി. നമ്മൾ റൂമിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് രാത്രി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ഇവിടെ ബിഗ് സി എന്ന് പറഞ്ഞിട്ടൊരു വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെയാണ് ഈ ഫോറിനേഴ്സ് ഒക്കെ കൂടുതലും ഷോപ്പിംഗ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം അത് കയറിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വലിയ സൂപ്പർ മാർക്കറ്റ് പോലത്തെ സ്ഥലമാണ് കേട്ടോ. ഓഫീസിൽ കൊടുക്കാനും പിന്നെ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ സൂവനീർ പോലെയൊക്കെ മേടിക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. കിട്ടും നോക്കട്ടെ. ഇപ്പം നമ്മൾ ബിഗ് സി മാർക്കറ്റിൽ കുറേ നടന്നു, കുറേ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്തു, കുറേ പുതിയ ഐറ്റംസ് ഒക്കെ കണ്ടു. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ചെണ്ണം മേടിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് കൊടുക്കാനൊക്കെ സൂവനീർസ് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനുള്ളതൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ റൂമിലേക്ക് തിരിച്ച് നടക്കുകയാണ് കേട്ടോ. എന്നിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങണം. നാളെ അടുത്ത ആക്ടിവിറ്റി പ്ലാൻഡ് ആണ്. അടുത്ത ആക്ടിവിറ്റി അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.